പഠിക്കാൻ പോകാനുള്ള തീരുമാനം എടുത്തത് പ്രമാണിച്ച് അതിനുള്ള സാമഗ്രികളൊക്കെ വാങ്ങണ്ടേ. ആ വാങ്ങാൻ പോകുന്നതിന്റെ സന്തോഷമാണ് മുഖത്ത് തുളുമ്പി നിൽക്കുന്നത്. എനിക്കങ്ങനെ കാര്യമായ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഒരു പേന് വാങ്ങാൻ എന്റെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയാലും എനിക്ക് സന്തോഷമാണ്. ഇവിടെ ഇങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും നോട്ട്സ് എടുക്കുകയും അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ലാപ്പ് വഴിയാണെങ്കിലും എനിക്ക് ബുക്സ് ഇല്ലാതെ പറ്റില്ല. നാട്ടിലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എക്സാംസ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും നോട്ട്സ് ഒക്കെ പ്രിന്റ് എടുത്ത് അത് നോക്കി പഠിക്കുമ്പോൾ ഞാൻ അവിടെ എക്സാമിന് ഇടയ്ക്ക് നേരില്ലാത്ത സമയത്ത് ഒരു ബുക്ക് എടുത്ത് കുത്തിയിരുന്ന് അതിൽ നോട്ട്സ് ഉണ്ടാക്കി അത് നോക്കിയായിരുന്നു പഠിക്കുന്നത്. ഈ ബുക്സിലൊക്കെ എഴുതി എന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്നെ നോക്കി പഠിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. അത് ഈ പ്രിന്റഡ് നോട്ട്സിലും PDF ഒന്നും കിട്ടൂല. എടാ പിന്നെ ഞാൻ പോയി ഷോപ്പിന്റെ പ്രശ്നമാണോ അറിയില്ല. നമ്മുടെ നാട്ടിൽ ചെറുതും വലുതും ഇടത്തരം അങ്ങനെ എല്ലാ സൈസിലും ബുക്സ് കിട്ടില്ലേ. ഇവിടെ ഞാൻ കണ്ടതെല്ലാം വലിയ സൈസ് മാത്രമേ ഉള്ളൂ. അതിലാകെയുള്ള വ്യത്യാസം പേജിന്റെ നമ്പറിലാണ്. ഇവിടെ ഒരു മനുഷ്യനോട് വീഡിയോ എടുത്തരാൻ പറഞ്ഞപ്പോൾ ഇത് ക്യാമറ കൊണ്ടങ്ങ് പോകുന്നു. പിന്നെ പുറകെ പോയി പിടിച്ചോണ്ട് വരണം. എന്നിട്ട് നമ്മൾ അവിടെ കിടന്ന് അടിയിടും. അതൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. എനിക്ക് പ്രധാനമായിട്ട് വേണ്ടിയിരുന്നത് ബുക്സും പെന്നൊക്കെയായിരുന്നു. പിന്നെ ബാഗ്സ് അവിടെ കണ്ടപ്പോൾ നോക്കിയേ ഉള്ളൂ. അതിൽ ഞാൻ ആ കൈ പിടിച്ചിരിക്കുന്ന എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഈ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ അങ്ങനെ വരാറില്ല. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഇവിടെ ഇത്രമാത്രം ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. എനിക്ക് വേണ്ടതിൽ എടുത്തിട്ട് ഞാൻ അവിടെ എല്ലാം വായി നോക്കി അടക്കായിരുന്നു. കുറെ ആയിട്ടും കാണാതാകുമ്പോൾ ചേട്ടൻ കോൾ ചെയ്യും. പിന്നെ എന്റെ ഫോൺ 24 മണിക്കൂറും സൈലന്റിലായിരിക്കും. അതുകൊണ്ട് ഒറ്റ മനുഷ്യൻ വിളിച്ചതിനെ കിട്ടില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പുറവിൽ ഞാനുണ്ടെന്ന് അറിയാതെ മുമ്പിൽ എന്നെ നോക്കി നടക്കാണ് ആ മനുഷ്യൻ. പിന്നെ നമ്മുടെ എല്ലാ ആഴ്ചത്തെയും സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്ന പരിപാടി. അതിന്റെ ഇടയ്ക്കൂടെ ഐസ്ക്രീം സെക്ഷനിലും ചോക്ലേറ്റ് സെക്ഷനിലും എല്ലാം ഞാനൊന്ന് ബ്രേക്ക് ഇട്ട് നിന്നെങ്കിലും കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഒന്നും വാങ്ങാതാണ് മടങ്ങുന്നത്. എടാ ഞാനെപ്പോഴും ഐസ്ക്രീം കഴിക്കുന്നു പറഞ്ഞ നീക്ക് എന്നെ പ്രാഗിട്ടാണോ? എനിക്ക് ഇങ്ങനെ ഒരു മനമാറ്റം ഇനി ചേട്ടനെ കാണിക്കുന്നില്ലെന്ന് ആരും പറയരുത്. ഇതിൽ ചേട്ടൻ കാണാതെ പലയിടത്തു നിന്ന് വീഡിയോ എടുത്തിട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ വീഡിയോയിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ കണ്ടിട്ട് വേണ്ടടാ നിങ്ങളെ കാണിക്കാൻ. പിന്നെ കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിയില്ലെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാലോ. അതിനുവേണ്ടി മാങ്ങ നോക്കിയപ്പോൾ ഒരു കൂട്ടം മാങ്ങൾ അവിടെ വാടി തളർന്ന് ഉണങ്ങി കിടക്കുന്നു. അവിടെ കിടന്നോട്ടേന്ന് വെച്ച് നമ്മളൊന്നും എടുത്തില്ല. അല്ല സോറി 2 എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങിയപ്പോഴാണ് നല്ല മഴയും. എനിക്കാണെങ്കിൽ പനി പിടിച്ച് കിടക്കുക അത് മതി.